ഗായ്സ്, അപ്പം നമ്മൾ ജേർണൽ ചെയ്യുമ്പോൾ ഇങ്ങനെ കീറിയിട്ട് ഇവിടെ നെറ്റത്ത് കളേഴ്സ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അത് നമ്മളെ കയ്യിലില്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യുക. ആരും പേടിക്കണ്ട, എല്ലാവരും പെയിൻറ് ഉണ്ടായാൽ മതി. ഒരു ബ്രഷ് അതൊക്കെ എല്ലാവരും ഉണ്ടാവും. കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മൾ പെയിൻറ് ബ്രഷ് നിങ്ങൾക്ക് ഏത് കളർ ജേർണലാണ് ചെയ്യുന്നത് ഇത്തിരി തുമ്പത്തിന് എടുക്കട്ടെ, കുറച്ച് മതി എടുക്കുക. എടുത്തിട്ട് വരാം. അതിന് ശേഷം ഒരു പേപ്പറിൽ ചെറുതായിട്ട് ഇങ്ങനെ തുടച്ചു കൊടുക്കുക. ഫുള്ള് പെയിൻറ് പാടില്ല, കണ്ട തുടച്ചു കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഇതുമ്പോൾ വരച്ച് വെക്കുമ്പോൾ സ്പ്രെഡബിൾ ആവുമ്പോൾ മാത്രമേ നമ്മൾ ഇത് നിർത്തുക, അല്ലാണ്ട് ഫുള്ള് പെയിൻറ് കളയരുത്. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ എടുക്കണം. അതിന് ശേഷം നമുക്ക് ജേർണൽ ചെയ്യേണ്ട ഭാഗത്ത് ഇതുപോലെ ചെയ്താൽ അങ്ങനെ ആവും. രണ്ടാരും അത് വാങ്ങണമെന്നില്ല, നമ്മൾ വീട്ടിൽ പെയിൻറ് ഉണ്ടായാൽ മാത്രം മതി. ഈസി ആയിട്ട് ചെയ്യാം. ഞാൻ ജേർണൽ ചെയ്തിട്ട് കാണിച്ചു തരാം. പിന്നെ ഗായ്സ്, ഇങ്ങനത്തെ പേപ്പർ വേണം. നിങ്ങൾക്ക് ഏത് പേപ്പറായാലും എടുക്കുക. നമുക്കിതിൻ്റെ ബാക്കിൽ അടിയിൽ ഇങ്ങനെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് പേപ്പർ വേണമെങ്കിലും കേട്ടോ. അങ്ങനെ ഗായ്സ്, ഇത് ചെയ്തപ്പോൾ നല്ല രസം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോട്ട് എഴുതി കൊടുക്കാം. അങ്ങനെ ഗായ്സ് റെഡ് ജേർണലിന് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗായ്സ് എൻ്റെ ഇങ്ങനത്തെ കുറച്ച് സ്റ്റിക്കറുണ്ട്. അപ്പോൾ ഒന്ന് ഒട്ടിച്ചു കൊടുത്ത് നമുക്ക് പിന്നെ കളർ സ്റ്റിക്കറൊക്കെ എല്ലായിടത്തും ഒട്ടിക്കണമല്ലോ, ഒട്ടിച്ചിട്ട് വരാം. അപ്പോൾ ഗായ്സ് ഞാൻ കുറച്ച് കുഞ്ഞു സ്റ്റിക്കറുകളൊക്കെ ഒട്ടിച്ച് മാച്ച് ആവണത്. പിന്നെ നമുക്ക് വേറെ വല്ല സ്റ്റിക്കർ വേണമെന്ന് നോക്കാം. അപ്പോൾ ഗായ്സ് കുറേ സ്റ്റിക്കറുണ്ട്, നമുക്ക് ചൂസ് ചെയ്യാം. ഇത് നോക്കിയെടുക്കട്ടോ, ഞാൻ എടുത്തിട്ട് വരാം. അപ്പം ഗ്രീൻ പേപ്പർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഒരു ഇത് ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഗായ്സ് ഞാൻ ഗ്രീൻ പേപ്പർ കീറി കൊടുത്തു. നമുക്ക് ഇങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഗായ്സ് നമ്മൾ ഒരു കോട്ട് എഴുതി കളർ എഴുതിയിട്ട് യെല്ലോവും ഗ്രീനും എഴുതി. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ജേർണൽ. അപ്പം അടുത്ത വീഡിയോയ്ക്കും മഴ വരുന്നവർക്ക് എല്ലാവർക്കും ബൈ.